ഇങ്ങനെ 3 പേരുടെയും പേര് ആരാണോ ഉച്ചരിക്കുന്നത് ആ ഉച്ചരിക്കുന്നതായിട്ടുള്ള ആൾക്ക് ശനിദോഷം എന്നത് ബാധിക്കില്ല എന്ന് നന്ദികേശ്വരൻ സനത്കുമാര മഹർഷിക്ക് ഈ കഥയെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. പണ്ട് നേരത്തെ നമ്മൾ ഈ ഒരു കഥ പറഞ്ഞിരുന്നു. ദക്ഷയജ്ഞം പറയുന്ന വേളയിൽ ക്ഷുവൻ ദദീജൻ എന്ന 2 പേര്. ക്ഷുവൻ എന്ന് പറയുന്ന രാജാവ് സൂര്യവംശത്തിലെ രാജാവാണ്. ദദീജൻ അല്ലെങ്കിൽ ദദീജി എന്ന് പറയുന്ന മഹർഷി. ഇത് വൃത്രാസുര ചരിത്രത്തിലൊക്കെ നമ്മൾ നട്ടെല്ല് ദാനം ചെയ്ത ഋഷിയാണ്. ഈ ദദീജൻ എന്നാണ് ഇവിടെ പേര് പറയുന്നത്. ദദീജി എന്ന് ഭാഗവതത്തിൽ കാണാം. ഈ ദദീജൻ നല്ല തപസ്വിയാണ്. അദ്ദേഹം ക്ഷുവനാൽ പല രീതിയിൽ അസ്ത്രശസ്ത്രങ്ങളാൽ വെട്ടപ്പെടുന്ന വേളയിൽ അദ്ദേഹം ശുക്രാചാര്യരെ ധ്യാനിച്ചു. തൻ്റെ ശരീരം വജ്രസമാനമാക്കി മാറ്റി എന്നൊക്കെ നമ്മൾ നേരത്തെ ദക്ഷചരിത്രം വർണ്ണിക്കുന്ന വേളയിൽ കേട്ടിരുന്നു. അങ്ങനെയുള്ള ആ ക്ഷുവന് വേണ്ടി ഭഗവാൻ നാരായണൻ ദദീജി മഹർഷിയുടെ മുമ്പിൽ ചെന്ന് യാചിക്കുന്നതൊക്കെ അവിടെ പറയുണ്ടായി. അങ്ങനെയുള്ള ആ ദദീജി മഹർഷിക്ക് ഉണ്ടായ പുത്രനാണ് ഈ പിപ്പലാദൻ എന്ന സാക്ഷാൽ പരമേശ്വരൻ്റെ അവതാരം. പരമേശ്വരൻ്റെ അവതാരമാണ് പിപ്പലാദൻ. അനേകം ദേവന്മാർ എല്ലാവരും ചേർന്ന് വൃത്രാസുരനെ വധിക്കുവാൻ വേണ്ടി ദദീജി മഹർഷിയുടെ അടുക്കലേക്ക് ചെന്നു. ഈ ദദീജൻ്റെ നമുക്കെല്ലാവർക്കും ആ കഥ അറിയാം. ആ കഥ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പത്നി സമേതനായിട്ടാണ് ഈ ദദീജൻ ആശ്രമത്തിലുള്ളത്. അദ്ദേഹം ശൈവഭക്തനാണ്. ഭാർഗവ വംശത്തിൽ വന്നവനാണ്. അതെ, ഭൃഗു മഹർഷിയുടെ പുത്രൻ ശവനൻ, ശവനൻ്റെ പുത്രനാണ് ദദീജൻ. അതാണ് പരമ്പര. അങ്ങനെ ആ ദദീജൻ പത്നി സമേതനായിട്ട് വർത്തിക്കുന്നു. ആ സമയത്ത് ദദീജി മഹർഷിയുടെ പത്നി മഹതി എന്ന പേരുള്ളവൾ, അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടി പറയുന്നത് സുവർച്ച എന്ന് കൂടി പറയുന്നുണ്ട്. സുവർച്ച ഇങ്ങനെയുള്ള പതിവ്രത രത്നമായിട്ടുള്ള തൻ്റെ പത്നിയോടുകൂടി ദദീജി മഹർഷി കാട്ടിൽ വർത്തിക്കുകയാണ്. ആ ദദീജി മഹർഷിയുടെ പത്നിയിൽ ഭഗവാൻ അവതരിച്ച കഥയെ ആണ് ഇവിടെ പറയാൻ പോണത്. തൻ്റേതായിട്ടുള്ള ആ തപസ്സുകൊണ്ട് ദദീജൻ അവിടെ ഗർഭാധാനം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്നി ഗർഭവതിയായിരിക്കുകയാണ്. ആ സമയത്താണ് വൃത്രാസുരനെ ജയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദേവന്മാരെല്ലാവരും ചേർന്ന് ഈ ദദീജൻ എന്ന് പറയുന്ന മുനീശ്വരൻ്റെ അടുക്കൽ വന്ന് നട്ടെല്ല് ദാനമായിട്ട് ചോദിച്ചത്. ആരെങ്കിലും കൊടുക്കുമോ? കാരണമൊന്നും വേണ്ട അല്ലേ? നട്ടെല്ല് ചോദിച്ചാൽ ആരും കൊടുക്കില്ല, പിന്നെ പ്രാണൻ ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ ഒരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒഴിവ് പറയാൻ. എൻ്റെ പത്നി ഗർഭവതിയാണ്, ആ ഉണ്ണിയുടെ മുഖം ഒന്ന് കണ്ടിട്ട് പോരെ എന്ന് ചോദിക്കാനൊക്കെ ധാരാളം മതി. എന്നാൽ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെട്ടില്ല. ആ സുവർച്ച ഭർത്താവിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. ദേവന്മാർ വരുന്ന വേളയിൽ അകത്തേക്ക് പോകാൻ പറഞ്ഞു. ഇവരകത്തേക്ക് പോയ മാത്രയിൽ ദദീജൻ എന്ന് പറയുന്ന ആ മഹർഷി തൻ്റേതായിട്ടുള്ള യോഗശക്തി കൊണ്ട് ശരീരത്തെ വെടിഞ്ഞു. അപ്പോൾ ശരീരം വെടിഞ്ഞതോടുകൂടി ദേവന്മാർക്ക് നട്ടെല്ല് കിട്ടി. വിശ്വകർമാവിനെ കൊണ്ട് വജ്രായുധം നിർമ്മിപ്പിച്ചതും പിന്നീട് ഉത്തരാസുരനെ ജയിച്ചതുമായിട്ടുള്ള കഥയെല്ലാം എല്ലാവർക്കും അറിയാം. അങ്ങനെ ദദീജൻ മഹർഷി ശരീരം സ്വമേധയാ തൻ്റേതായിട്ടുള്ള ആ യോഗശക്തിയിലൂടെ ബ്രഹ്മരന്ധ്രം വഴി പ്രാണനെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് അദ്ദേഹം ബ്രഹ്മലോകത്തെ പ്രാപിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട്. ദേവവാക്യങ്ങളെല്ലാം കേട്ട് സന്തോഷഭരിതനായിട്ടാണ് അദ്ദേഹം ശരീരത്തെ വെടിഞ്ഞത്. അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടായില്ല എന്ന് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. പിന്നീടാണ് ഇവിടെ ദദീജ മഹർഷി ശരീരം ഉപേക്ഷിച്ച് ദേവന്മാരും പോയി. പത്നി കുറച്ച് നേരം കഴിഞ്ഞ് വെളിയിൽ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ അദ്ദേഹം ശരീരം മാത്രമേ ഉള്ളൂ. എന്നാൽ തനിക്ക് ഇതുപോലൊരു ദുരവസ്ഥ ഇനി വരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ദദീജ മഹർഷിയുടെ പത്നി സുവർച്ച വളരെയധികം വ്യസനിച്ചു. അവർ തന്നെ കല്ലെടുത്ത് സ്വന്തം വയറ് കുത്തിക്കീറി എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ ഒരു സിസേറിയൻ എന്ന് പറയാം.
അല്ലേ? സിസേറിയൻ അന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സുവർച്ച ശരീരത്തിൽ കല്ലുകൊണ്ട് കുത്തിക്കീറി ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ടും അവർ ശരീരം ഉപേക്ഷിച്ചു. ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. എന്തായാലും അങ്ങനെ ജനിച്ച ഒരു പുത്രനാണ് പിപ്പലാദൻ എന്ന് പറയുന്നു. ഇങ്ങനെ ലുബ്ധന്മാരായിട്ടുള്ള ദേവന്മാരുടെ ആ കഥയെ ഇവിടെ പറയുന്നു. ദേവന്മാർക്ക് എത്രയായാലും അന്യരുടെ ദുഃഖം അവർക്ക് ദുഃഖമായിട്ട് തോന്നില്ല, അവരുടെ കാര്യം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശവാണി ഉണ്ടായി ആ സമയത്ത്, ശരീരം ത്യജിക്കാൻ പോയ വേളയിൽ. അപ്പോഴാണ് പറഞ്ഞത് അവിടുത്തെ ഗർഭത്തിൽ ഉള്ളത് ശിവൻ്റെ അംശമാണ് എന്ന്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് അവർ ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നു. സ്വഭൈഷ്ടാചരണം എന്നുള്ളത് പിന്നീട് ചെയ്യുകയാണ്. ബ്രഹ്മാവിൻ്റെ ആജ്ഞയാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം തടയുണ്ടായി എന്നൊക്കെ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഭർത്താവായിട്ടുള്ള ദദീജൻ പോയതായ ആ ബ്രഹ്മലോകത്തിലേക്ക് തന്നെ ഈ സുവർച്ചയും പോയി എന്ന് സൂചിപ്പിക്കുന്നു. പിപ്പലാദൻ എന്നു പേരുള്ള ഈ കുമാരൻ അങ്ങോട്ട് വളർന്നു വരികയാണ്. ദിവ്യരൂപമുള്ള ഭഗവാൻ പരമേശ്വരൻ്റെ ഒരവതാരമാണ് എന്നറിഞ്ഞതോടുകൂടി ഇതാ സാക്ഷാൽ ആ പിപ്പലാദൻ, അദ്ദേഹം വളരെയധികം ശ്രേഷ്ഠനാണ്, തപസ്വിയാണ്. അദ്ദേഹം പത്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കാരണമായി. ലോകത്തിൽ ധർമ്മത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി വന്ന് പിറന്നതായിട്ടുള്ള പരമേശ്വരൻ്റെ അവതാരം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നല്ല ഒരു മനോഹരമായിട്ടുള്ള കഥ. പുഷ്പഭദ്ര നദീതീരത്തിൽ ഒരു സന്ദർഭത്തിൽ ഈ പിപ്പലാദൻ കുളിക്കാനായിട്ട് പോയി. അവിടെ പുഷ്പഭദ്ര നദി എന്നുള്ളത് അത് ഹിമാലയത്തിൽ എവിടെയോ ആണ്. മാർക്കണ്ഡേയ മുനി ഈ പുഷ്പഭദ്ര നദിയിലാണ് തീരത്താണ് വസിച്ചതെന്നൊക്കെ ഭാഗവതത്തിലുണ്ട്. ആ തീരത്ത് തന്നെയാണ് ഈ പിപ്പലാദൻ എന്ന മഹർഷിയും ഉള്ളത്. അങ്ങനെ ആ പുഷ്പഭദ്രയെ കുളിക്കാനായിട്ട് ചെന്ന വേളയിൽ ശിവരൂപിണിയായ പത്മ എന്ന് പറയുന്ന കന്യകയെ കാണാനിടയായി എന്ന് പറയുന്നു. അങ്ങനെ തൻ്റെ അച്ഛനുമൊത്ത് വിഹാരത്തിന് ഇറങ്ങി തിരിച്ചതായിട്ടുള്ള ആ പത്മയെ അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് വേൽക്കുകയുണ്ടായി. ഇവിടെ പിപ്പലാദനെ വേണ്ടതുപോലെ അവർ ആദരിച്ചു. പത്മയെ അങ്ങോട്ട് വിവാഹം കഴിച്ചു. ആ വിവാഹ ജീവിതം എന്നുള്ളത് നയിക്കുന്ന വേളയിൽ പത്മ രാജകുമാരിയാണ്. അതേ സ്ഥാനത്ത് പിപ്പലാദൻ കാട്ടിൽ വസിക്കുന്ന തപസ്വിയാണ്. അപ്പോൾ ധർമ്മൻ എന്ന് പറയുന്ന ദേവത, ധർമ്മദേവത എന്ത് ചെയ്തു? അവിടെ അങ്ങോട്ട് ഒരു രൂപം മാറി. പശുവിൻ്റെ രൂപത്തിൽ ഒറ്റയാണ് മാറിയത്. എന്നിട്ട് ഈ പത്മയുടെ അടുക്കലേക്ക് വന്നു. വാക്കുകൊണ്ട് അവരെ അങ്ങോട്ട് പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. കഷ്ടം, ഒന്നിനും കൊള്ളാതെ ഈ കാട്ടിൽ വസിക്കുന്ന മഹർഷിയാണോ വിവാഹം കഴിക്കേണ്ടത്? നിൻ്റെ യൗവനം എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പല വാക്കുകളിലൂടെ അങ്ങോട്ട് പ്രലോഭനം തുടങ്ങിയ വേളയിൽ പത്മ പതിവ്രതയാണ്. ആദ്യമൊക്കെ ഒരുവിധം സഹിച്ചു. അതിർത്തി വിട്ടപ്പോൾ അവർ അങ്ങോട്ട് ശപിച്ചു, നശിച്ചു പോവട്ടെ എന്ന്. വേഗം ആ ധർമ്മദേവത സ്വന്തം രൂപം കാണിച്ചു. എന്ത് ദേവതയാണെങ്കിലും വിരോധമില്ല, ശപിച്ചത് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പത്മ ആ ശാപത്തിന് ചെറിയൊരു മാറ്റം വരുത്തി. കൃതയുഗത്തിൽ ഒരു പാദം, ത്രേതായുഗത്തിൽ രണ്ടാമത്തെ പാദം, ദ്വാപരയുഗത്തിൽ മൂന്നാമത്തെ പാദം, കലിയുഗത്തിൽ നാലാമത്തെ പാദം. ഇങ്ങനെ നമ്മൾ ഭാഗവതത്തിലൊരു കാളയുടെ കാലൊക്കെ വെട്ടിമുറിച്ചതായിട്ടുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അതുതന്നെയാണ്. കലിയുഗത്തിൽ 4 പാദവും നശിച്ച ഒരു പുരുഷമായിട്ട് മാറട്ടെ എന്ന് പറയാൻ കാരണം എന്താ? ധർമ്മദേവത ഇങ്ങനെ ഈ പത്മയുടെ ശാപം ഏറ്റുവാങ്ങിയത് കൊണ്ടാണ് ധർമ്മത്തിന് ഈ ച്യുതി എന്നുള്ളത് ലോകത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്നു. ഇങ്ങനെ പിപ്പലാദൻ്റേതായിട്ടുള്ള മഹത്വവും അതേപോലെ സാക്ഷാൽ പത്മയുടെ മഹത്വവും ഒക്കെ ഇവിടെ പറയുന്നു. ആരാണോ ഈ പിപ്പലാദൻ്റെ കഥ കേൾക്കുന്നത്, അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പേര് പറയുന്നുണ്ട്. ഗാധി, അതേപോലെ കൗശികൻ, അതേപോലെ പിപ്പലാദൻ. ഇങ്ങനെ 3 പേരുടെയും പേര് ആരാണോ ഉച്ചരിക്കുന്നത്, ആ ഉച്ചരിക്കുന്നതായിട്ടുള്ള
ആൾക്ക് ശനിദോഷം എന്നത് ബാധിക്കില്ല എന്ന് പറഞ്ഞു. ശനിദോഷം, എല്ലാവരും ശനിദോഷം കൊണ്ടാണല്ലോ വിഷമിക്കുന്നത്. എപ്പടേത് ശൃണുയാത് വാപി സുഭക്തിയാ ഭുവി മാനവഃ. അപ്പോൾ ഈ പിപ്പലാദൻ്റെ കഥയെ ഭക്തിയോടുകൂടി കേൾക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗാദിശ്ച കൗശികശ്ചൈവ പിപ്പലാദോ മഹാമുനിഹി എന്ന 3 പേരെയും, ഗാധി, വിശ്വാമിത്രൻ്റെ അച്ഛനാണ് ഗാധി, അതേപോലെ വിശ്വാമിത്രൻ കൗശികശ്ചൈവ, കൗശികൻ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രൻ തന്നെയാണ് അതിലും പറയപ്പെടുക. പിന്നെ പിപ്പലാദൻ എന്ന് പറയുന്ന ഈ മഹർഷി, പരമേശ്വരൻ്റെ അവതാരമായിട്ടുള്ള പിപ്പലാദൻ. ഇവർ 3 പേരെയും ആരാണോ സ്മരിക്കുന്നത്, അപ്പോൾ എല്ലാം ഓർമ്മ വന്നില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർത്താൽ മതി അല്ലേ, പിപ്പലാദൻ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ ഇരുന്നാൽ മതി. ശനിദോഷം നമ്മളെ ബാധിക്കില്ല. ശനിപീഡ വിനാശാർത്ഥം ഏതത് ചരിതമുത്തമം. ചില കഥകൾ അങ്ങനെയാണ്. ശിവപുരാണത്തിൽ ഈ പിപ്പലാദൻ്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ശനിപീഡ നീങ്ങും. രാമായണത്തിൽ അതേപോലെയാണ് മാരീചൻ്റെ കഥ. 16 വയസ്സ് മാത്രം പ്രായമുള്ളതായിട്ടുള്ള ശ്രീരാമൻ വിശ്വാമിത്രൻ്റേതായ യജ്ഞം സംരക്ഷിക്കാൻ വേണ്ടി വന്ന വേളയിൽ മാരീച സുബാഹുക്കളെ ഓടിച്ച കഥയുണ്ട്. അത് നിത്യപാരായണം ചെയ്താൽ ശനിദോഷം നീങ്ങും എന്ന ഫലശ്രുതി രാമായണത്തിനുമുണ്ട്. ഓരോരോ ദശയ്ക്കും ഓരോരോ മഹാദശയ്ക്കും അതേപോലെ അവിടെ സ്വാപഹാരങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ രാമായണത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഇന്നതാണ് നമ്മുടെ ദശ, ഇന്നതാണ് നമ്മുടെ അന്തർദശ എന്നൊക്കെ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും രാമായണത്തിലൂടെ പരിഹാരം കണ്ടെത്താം. പരിഹാരം നമുക്ക് സ്വയം അനുഷ്ഠിക്കാം, ശാന്തി വരുത്താം. എന്തായാലും അതും ഇവിടെ പറയുന്നു. ഭഗവാൻ ഇങ്ങനെ അങ്ങേയറ്റം ഭക്തനായിരിക്കുന്ന ദധീജൻ്റെ പുത്രനായിട്ട് പിപ്പലാദൻ എന്ന പേരിൽ അവതരിച്ചു. ഇത് ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു ചരിത്രം, കാമങ്ങളെ അനുഗ്രഹിച്ചു നൽകുന്ന ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആ പിപ്പലാദ ചരിത്രത്തെ സമർപ്പിച്ചു.